സ്കൂളുകളിലെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവുമാരായിട്ട് ഈ അധ്യാപകർ മാറിയിരിക്കുന്നു. നമസ്കാരം. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുട്ടികൾ കടക്കുകയാണ്. ഒരു നീണ്ട അവധിക്ക് ശേഷം അവർ വീണ്ടും അവരുടെ കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ സമയത്ത് നമ്മൾ നിർബന്ധമായും അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളുടെ കുട്ടിയുടെ കൂട്ടുകാരുടെ മാതാപിതാക്കളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കളിലേക്കും ഈ വീഡിയോ നിർബന്ധമായും ഷെയർ ചെയ്യുക. കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഈ വീഡിയോ ഏറ്റവും ഗുണകരമാകുന്നത് സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കൾക്കാണ് ഈ വീഡിയോ ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിർബന്ധമായും കാണേണ്ടത് സ്കൂളുകൾ നടത്തുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റുകൾ, സ്കൂളുകളുടെ മാനേജ്മെന്റിൽ പെടുന്ന ആളുകളും കൂടിയാണ് ഈ വീഡിയോ ഒന്ന് നിർബന്ധമായും കാണേണ്ടത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലൊക്കെയും ഒരു അധ്യാപിക ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ, 30, 40, 50, 60, 65, 70 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ അതിനു മുകളിൽ ഡൊണേഷൻ ആയിട്ട് കൊടുത്ത് ആ സ്കൂളിൽ കയറേണ്ട ഒരു ഗതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ വന്നിരിക്കുന്നത്. സ്കൂളുകളിൽ മാത്രമല്ല, അത് കോളേജുകളിലും എല്ലാ കലാലയങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ്. അവിടെ പഠിപ്പിക്കാൻ കയറണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന്, 1/2 കോടിയിലധികം രൂപ ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലും ഡൊണേഷനായി നൽകണം. അല്ലാത്ത പക്ഷം അവർക്ക് അവിടെ കയറുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ കയറുന്ന ടീച്ചർമാർ അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോളേജുകളിലൊക്കെയും ഈ സ്കൂളുകളിലൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുട്ടികളെയൊക്കെയും പഠിപ്പിക്കാൻ വേണ്ടി കയറുന്നത്. അപ്പോൾ അവരുടെ സ്കില്ലിൽ, അവരുടെ അധ്യാപക സ്കില്ലിൽ എത്രത്തോളം അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, എല്ലാവരും ഒരുപോലെയല്ല. സാമ്പത്തികമുള്ള, നന്നായി പഠിപ്പിക്കാൻ അറിയാവുന്നവർ ഒരുപാടുണ്ട്. നന്നായി പഠിപ്പിക്കാൻ അറിയാവുന്ന, നന്നായിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്യുവാൻ, നന്നായിട്ട് അധ്യാപന വൃത്തി ചെയ്യുവാൻ നല്ല വൃത്തിക്ക് അറിയാവുന്ന ഒരുപാട് ടീച്ചർമാരും ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അധ്യാപികയായി ജോലിക്ക് കയറുന്ന ഇങ്ങനെയുള്ള ആളുകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇന്ന് ഈ പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെ പിടിക്കുന്നതിന് വേണ്ടി, കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് വേണ്ടി വീടാന്തരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീടാന്തരം കയറി കുട്ടികളെ പിടിക്കുന്ന കുട്ടികളെ പിടുത്തക്കാരായി ഇന്ന് നമ്മുടെ പല അധ്യാപകരും മാറിയിരിക്കുന്നു. തങ്ങളുടെ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൂടുതലായി ചേർത്താൽ മാത്രമേ ആ സ്കൂളിന്റെ മുന്നോട്ടുള്ള സുഗമമായ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. ഡിവിഷനുകൾ കൃത്യമായി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കും. കൃത്യമായ ഒരു ഡിവിഷനിൽ ഇത്ര കുട്ടികൾ വേണം, അല്ലാത്ത പക്ഷം ആ സ്കൂളിന്റെ പ്രവർത്തനം, ആ ഡിവിഷന്റെ എണ്ണം കുറയും, ക്ലാസ്സുകളുടെ എണ്ണം കുറയും. അങ്ങനെ ക്ലാസ്സുകളുടെ എണ്ണവും കുട്ടികളുടെ എണ്ണവും ഒക്കെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ സ്കൂള് പ്രവർത്തന രഹിതമാകും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കൊച്ചു കുട്ടികളുള്ള വീടുകളിലൊക്കെയും ഈ അധ്യാപകർ പണ്ട് കാലത്തൊക്കെ അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീടാന്തരം കയറത്തില്ലായിരുന്നു. അവരുടെ ആ അധ്യാപന വൃത്തിയുടെ മഹത്വം കൊണ്ട്, അവരുടെ ആ പഠിപ്പീരിന്റെ ഗുണം കൊണ്ട്, ഇത് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും നിരവധി കുട്ടികൾ ആ സ്കൂളുകളിലേക്ക് കടന്നു ചെല്ലുമായിരുന്നു. സ്കൂളുകളിലെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവുമാരായിട്ട് ഈ അധ്യാപകർ മാറിയിരിക്കുന്നു. ഈ അധ്യാപകർ വീടുകളിലേക്ക് ചെല്ലുന്നു, അവിടെ കുട്ടികളുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കണം, ഞങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കാം, ഞങ്ങൾ നല്ല രീതിയിൽ ആ കുട്ടിയെ മാറ്റിയെടുക്കാം, ആ കുട്ടിയുടെ സ്വഭാവത്തിലുമൊക്കെ നല്ല മാറ്റം ഉണ്ടാക്കാം, കുട്ടിയുടെ ഭാവി ഞങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന നല്ല വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അധ്യാപകർ ഈ കുട്ടികളെ അവിടെ
പഠിപ്പിക്കാൻ വേണ്ടി ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ ചെല്ലുന്ന സെയിൽസ് എക്സിക്യൂട്ടീവുമാരെ പോലെ ആ സ്ഥാപനത്തിനെ മാത്രവൽക്കരിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെന്ന് പറയുന്ന സെയിൽസ് എക്സിക്യൂട്ടീവുമാരെ പോലെ സ്കൂളുകളിലെ അധ്യാപകർ മാറിയിരിക്കുന്നു. സ്കൂളുകളിലെ അധ്യാപകർ ഈ സ്കൂളുകളിൽ ചെന്നിട്ട് കുട്ടികളോട് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളോട് പറയുന്നത്, ഞങ്ങളുടെ സ്കൂളിന്റെ മഹത്വം, 10ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇത്ര ശതമാനം വിജയമുണ്ടായിരുന്നു, താഴെത്തട്ടിലുള്ള ക്ലാസ്സുകളിലൊക്കെയും ഞങ്ങൾക്ക് ഇത്ര ശതമാനം വിജയമുണ്ടായിരുന്നു, ഞങ്ങളുടെ സ്കൂളുകളിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഞങ്ങൾ സൗജന്യമായി ഇന്ന കാര്യങ്ങൾ ചെയ്തു നൽകാം എന്ന വാഗ്ദാനമൊക്കെ കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ജോലി നിർവഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു സെയിൽസ് എക്സിക്യൂട്ടീവുമാരായി മാറിക്കൊണ്ട് അവര് ആ സ്കൂളിന് വേണ്ടിയിട്ട് അവർ സെയിൽസ് ജോലിയും ചെയ്യുന്നു. ആ സ്കൂളിനെ അവർ ഈ മാതാപിതാക്കളുടെ അടുത്ത് വിൽക്കുകയാണ്. ഈ സ്കൂളിനെ വിറ്റുകൊണ്ട് ആ മാതാപിതാക്കളിൽ നിന്ന് പണത്തിന് പകരം ആ കുട്ടിയെ അവിടെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയെ അവിടെ കൊണ്ടുവന്നാൽ മാത്രമേ ഇവർക്ക് തുടർന്ന് നല്ല ശമ്പളം ലഭിക്കത്തുള്ളൂ, ഇവരുടെ ശമ്പളം നഷ്ടപ്പെടാതിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഇവർ അധ്യാപകരാകുമ്പോൾ അധ്യാപന വൃത്തി മാത്രമല്ല സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോലിയും കൂടെ ചെയ്യുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിലെ പല സ്കൂളുകളിലുമുണ്ട്. ഇപ്പോൾ സ്കൂളുകൾ തമ്മിൽ മത്സരമാണ്. ഇപ്പോൾ ഒരു സഭയ്ക്ക് കീഴിൽ ഉള്ള സ്കൂളുകൾ അടുത്തടുത്തുണ്ടെങ്കിൽ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. ഏതെങ്കിലും ഒരു സമുദായത്തിന് കീഴിലുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ അടുത്തടുത്തുണ്ടെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ് അവിടെ നടക്കുന്നത്. ഈ സ്കൂൾ രണ്ട് സ്കൂളാണല്ലോ, അപ്പൊ അവിടെ കൂടുതൽ കുട്ടികളെ പിടിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള കിട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്കൂളുകളിലൊക്കെയും. ഇങ്ങനെയൊക്കെ നമ്മളുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് എന്തൊക്കെ സ്കൂളിൽ നിന്ന് നൽകും, എന്നാൽ കുട്ടികൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് സ്കൂളുകളിൽ നിന്ന് സൗജന്യമായി നൽകണം. നമ്മളൊരു സാധനം ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേന് നമുക്ക് അവര് തരുന്ന കുറച്ച് വാഗ്ദാനങ്ങളുണ്ട്. നമ്മളൊരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ അവര് ഒരുപാട് കാർ വാങ്ങിക്കുന്നതിന് തൊട്ട് മുമ്പായി നമുക്ക് ഒരുപാട് ഓഫറുകൾ അവർ വെക്കും. ഈ സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 0% ഡൗൺ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും കാർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും വീട്ടിലേക്കുള്ള മറ്റ് വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും ഒക്കെ ആ കമ്പനികൾ നമുക്ക് ഒരുപാട് ഓഫറുകൾ നൽകും. ആ ഓഫറുകൾ നമ്മൾ മറ്റ് കമ്പനികളുമായി വെച്ച് താരതമ്യം ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല ഓഫർ നൽകുന്ന ഏത് കമ്പനിയാണോ ആ കമ്പനിയിലെ പ്രോഡക്റ്റ് ആണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. എന്ന് പറയുന്നത് പോലെ ഇന്ന് നിരവധി സ്കൂളുകൾ നമ്മളുടെ വീടിന്റെ പടിക്കൽ, സ്കൂളിലെ അധ്യാപകർ, സ്കൂളിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മുടെ വീടിന്റെ പടിക്കൽ വന്ന് ക്യൂ ആയി നിൽക്കുകയാണ്. നമ്മൾ ഈ സ്കൂളുകൾ എന്തൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി തരുന്ന ഓഫറുകൾ എന്ന് അങ്ങനെ പല ഓഫറുകളും നൽകിക്കൊണ്ട് സ്കൂളുകളൊക്കെയും വീട്ടിൽ കുട്ടികളുള്ള എല്ലാ വീട്ടിലും കടന്നു ചെല്ലുന്നു. ആ സ്കൂളുകളിലെ അധ്യാപകർ നിരവധി ഓഫറുകൾ ഈ വീട്ടുകാരുടെ മുമ്പിലേക്ക്, ഈ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും മുമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിൽ ഏറ്റവും മികച്ച ഓഫർ എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ കുട്ടികളെ ചേർക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. നമുക്ക് ബസ്സിന്റെ കൂലി, സ്കൂൾ ബസ്സിന്റെ മാസം ഉള്ള നമ്മൾ അടവ് അത് ഫ്രീ ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. രാവിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത്, രാവിലെ ബൂസ്റ്റോ ബോൺവിറ്റയോ രാവിലെ കൊടുക്കുന്ന കഞ്ഞിക്ക് പകരം, അല്ലെങ്കിൽ അതിന് പകരം രാവിലെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകണം എന്ന് നമുക്ക് ആവശ്യപ്പെടാം. ഉച്ചക്കഞ്ഞിക്ക് പകരം കുറച്ചുകൂടെ നല്ല ഭക്ഷണം സ്കൂളിൽ നിന്ന് സൗജന്യമായി നൽകണമെന്ന് പറയണം. യൂണിഫോമും ബാഗും ബുക്കും ഒക്കെ സൗജന്യമായിട്ട് നൽകണമെന്ന് നമുക്ക് പറയണം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സൗജന്യമായി തരുവാണെങ്കിൽ ഞങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ സ്കൂളിൽ ചേർക്കാം എന്ന് നമ്മളും അങ്ങോട്ട് ഒരു ഡിമാൻഡ് വെക്കണം. നമ്മളെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന സ്കൂളുകളിലെ ചേർക്കാവുള്ളൂ. കാരണം നമ്മള് ലക്ഷക്കണക്കിന് രൂപയാണ് ഡൊണേഷൻ ആയിട്ട് ഈ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഈ കാശൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ നമ്മളെ കുട്ടിയെ അങ്ങോട്ട് വിടുമ്പോൾ, നമ്മളെ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഇവര് പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ
കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറന്നു പോകും. അതിനു മുമ്പായിട്ട് വേണമെങ്കിൽ ഒരു എഗ്രിമെന്റും കൂടെ ഈ കാര്യങ്ങൾ എന്റെ കുട്ടിക്ക് നൽകിയാൽ മാത്രമേ എന്റെ കുട്ടിയെ ഇങ്ങോട്ട് വിടത്തുള്ളൂ എന്നൊരു എഗ്രിമെന്റും കൂടെ നമുക്ക് വെക്കാം. ഞാൻ ഈ പറയുന്ന ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, വളരെ തമാശ രൂപേണ ഒരു ഹാസ്യവൽക്കരിച്ചുകൊണ്ട് വന്ന ഒരു ട്രോൾ വീഡിയോ ആണ്. ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. പക്ഷേ ഇനി ഒരു 15 കുട്ടികളെയും കൂടി കിട്ടിയെങ്കിലേ ഡിവിഷൻ ഫുള്ളാവുള്ളൂ. പക്ഷേ കുട്ടികളെ കിട്ടിയെങ്കിലേ എന്റെ അടുത്ത് വാങ്ങിയ 35 ലക്ഷം റുപ്യ എനിക്ക് തിരിച്ചു തരണം കേട്ടോ. വീട് സ്ഥലം വിറ്റിട്ടാ ഞങ്ങൾക്ക് പൈസ തന്നത്. നീ ഒന്ന് അടങ്ങ്. ഇവിടെ ഒരു മദ്രസ ഉണ്ട്, അവിടുത്തെ ഉസ്താദിനെ നമുക്കൊന്ന് ചാക്കില. അല്ല മാഷേ, ആ വരുന്ന വിദ്യ വിളിച്ച സ്കൂളിലെ ടീച്ചർ മാഷല്ലേ? പടച്ചോനെ എല്ലാം കൂടി ഒന്ന് ഒപ്പിച്ച് വെച്ചതായിരുന്നു. ആ കുട്ടിനെയും കൂടി ഇവര് ചാക്കിലാക്കുവോ? മൈൻഡ് ചെയ്യണ്ട, നടന്നോ. ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതിനെ ഒരു ചാക്കിലിട്ടെന്നാ തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. ആരാ? ഞങ്ങളെ വിദ്യാ വെളിച്ചം സ്കൂളിലെ ടീച്ചർ മാഷാണ്. ഏത് സ്കൂള്? വിദ്യാ വെളിച്ചം. ഒരു മിനിറ്റ്. വിദ്യാ വെളിച്ചം. പറ. അതാ നിങ്ങളെ കുട്ടീനെ ഞങ്ങളെ സ്കൂളിൽ ചേർക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. അല്ല, നിങ്ങളെ സ്കൂളിൽ AC ഉണ്ടോ? ഇല്ല മോളെ, AC ഇല്ല, ഫാൻ ഉണ്ട്. ഫാൻ ആർക്ക് വേണോ? വേറെ എന്തൊക്കെയാ നിങ്ങളെ ഓഫർ? അല്ല, ഈ ഓഫർ എന്ന് വെച്ചാല് എന്റെ കുട്ടീനെ നിങ്ങളെ സ്കൂളിൽ ചേർത്താ എന്തൊക്കെ ആനുകൂല്യങ്ങൾ എന്റെ കുട്ടിക്ക് കിട്ടൂ നിങ്ങൾ പറയ്. നിങ്ങളെ കുട്ടീനെ ഞങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കൂ. അതിപ്പോ ഏത് സ്കൂൾ വിട്ടാലും പഠിപ്പിക്കൂ. ഇത് നോക്ക്, നിങ്ങളടക്കോ 5 സ്കൂളുകാർ ഇവിടെ വന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ ഓഫർ ആരെ എനിക്ക് തരുന്നോ ഓൾക്ക് എന്റെ കുട്ടീനെ ഞാൻ കൊടുക്കും. രാവിലെ ഞാൻ ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് ബൂസ്റ്റ് നിർബന്ധം. പിന്നല്ലേ ചേച്ചി, ഞങ്ങളുടേത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. മോള് ഈ സ്കൂൾ ടീച്ചറായിട്ട് കേറിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ 1 വർഷമാകാറായി. ഈ സ്കൂൾ ടീച്ചറായി ജോലിക്ക് കേറാൻ വേണ്ടി എത്ര പൈസ കൊടുത്ത്? അത് പിന്നെ മടിക്കേണ്ട പറഞ്ഞോ. 35 ലക്ഷം. അതാണ്, സ്കൂള് പാവപ്പെട്ടതാണെങ്കിലും നടത്തുന്ന ഒരു പൈസക്കാരല്ലേ. അതുകൊണ്ട് നമുക്ക് ഡീല് സംസാരിക്കാം. 10ാം ക്ലാസ് ഇവിടെ കഴിഞ്ഞാല് +1 തൊട്ട് അങ്ങോട്ട് നിങ്ങൾ പറയുന്ന പൈസ കണ്ണിയേക്കണ്ടേ. അതുകൊണ്ട് ഇങ്ങക്ക് എന്തൊക്കെ ഓഫർ തരാൻ പറ്റുമെന്ന് അത് പറ. ബുക്ക് യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് തരാം. അത് ഗവൺമെന്റ് തരുന്നതല്ലേ, അതുകൊണ്ട് അത് വിട്. നിങ്ങൾ അടുത്തത് പറ. പിന്നെ ബൂസ്റ്റിന്റെ കാര്യം മറക്കണ്ടേ? ഇതിനൊക്കെയാ ഞാൻ പഠിപ്പിക്കേണ്ടത്. അങ്ങോട്ട് വരട്ടെ, കാണിച്ചു. പിന്നെ എന്നെ ടീച്ചർ ഇങ്ങനെ അടിച്ചാലുണ്ടല്ലോ, ഞാൻ ബാലാവകാശ കമ്മീഷനിൽ പോയി കേസാൻ കൊടുക്കും. ഇതൊരു നടക്ക് പോകും തോന്നുന്നില്ല. എന്തെന്നാ പറഞ്ഞേ? നിങ്ങളെ കുട്ടിയെ ഞങ്ങളെ സ്കൂളിൽ ചേർത്താൽ കുട്ടിയെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ ഞങ്ങളാക്കി. വലിയ നിലയിലാക്കുന്നതിന് മുമ്പ് എന്റെ ഡിമാൻഡ് ഞാൻ പറയാം. ഡീല് നമ്പർ 1, രാവിലെ കൊടുക്കുന്ന കഞ്ഞിക്ക് പകരം ബൂസ്റ്റും 2 നാടൻ മുട്ടയും. നാടൻ മുട്ട തന്നെ വേണോ? നാടൻ മുട്ട നിർബന്ധ, മറ്റേ മുട്ടയിൽ ഹോർമോൺ ഉണ്ടാവും. ഡീൽ നമ്പർ 2, ബസ് ഫീസ് ഒഴിവാക്കണം. അത് 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ. അതൊന്നും നടക്കൂലേ? ഡീസലിനൊക്കെ ഭയങ്കര വിലയാ. ഓരോ ടീച്ചർമാരുടെ അടുത്ത് 35-40 ലക്ഷം വെച്ച് വാങ്ങുന്നില്ലേ? അതിനടുത്ത് ഡീസൽ അങ്ങ് അടിക്കണോ? കുട്ടികളില്ലെങ്കിൽ ടീച്ചർമാർക്ക് ജോലി ഉണ്ടാകില്ല കേട്ടോ, അത് മറക്കണ്ട. അത് പിന്നെ അങ്ങ് സമ്മതിച്ചേക്കും. ഡീല് നമ്പർ 3, ഓണത്തിന് ക്രിസ്മസിനും സ്കൂൾ പൂട്ടുമ്പോ മാത്രമേ ഇപ്പൊ അരി കിട്ടുന്നുള്ളൂ. അത് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും കൂടി കിട്ടണം. അങ്ങനെയൊന്നും അരി തരാൻ പറ്റൂല, ഇതിനൊക്കെ കണക്കുള്ളതാ. ഒന്ന് പോസ അറിയായിരുന്നു. ചാക്ക് കണക്കിന് അരി നിങ്ങൾ മറിച്ച് കടത്തുന്നൊക്കെ ഈ നാട്ടില് മൊത്തം പാട്ടാ. പിന്നെ യൂണിഫോമിന്റെയും ബുക്കിന്റെയും കാര്യം പറയണ്ടല്ലോ, അതെല്ലാരും കൊടുക്കുന്നല്ലേ. പിന്നെ 2 ജോഡി ഷൂവും വേണേ. അല്ല, കുട്ടീനെ കുളിപ്പിക്കണോ? ടീച്ചർ കുളിപ്പിക്കണ്ട, എന്നെ ഉമ്മച്ചി കുളിപ്പിച്ചാ മതി. ഇത്രയും ഡിമാൻഡ് നിങ്ങൾ സമ്മതിച്ചാല് കുട്ടി നിങ്ങൾ സ്കൂളിൽ ഞാൻ ചേർക്കും. അങ്ങോട്ട് സമ്മതിക്കും പക്ഷേ നടന്ന് മടുത്ത്. അടുത്ത സ്കൂളുകാരിപ്പം വരിക, വേഗം പറഞ്ഞോ. ഓക്കെ, ഇനി ഒരു തർക്കം വേണ്ട, ഞാൻ സമ്മതിച്ചു. എന്നാ ഇതാ ഈ അഗ്രിമെന്റിൽ അങ്ങ് സൈൻ ചെയ്തോ. എഗ്രിമെന്റോ? ഡിവിഷനൊക്കെ ഫുള്ളായി കഴിഞ്ഞാല് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കരുതേ. വിദ്യാഭ്യാസം നിങ്ങൾക്കൊരു കച്ചവടമാകുമ്പോൾ ഞങ്ങൾക്കും വേണ്ടേ? ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കിതൊരു കേവലം ഒരു ട്രോളായിട്ട്, ഒരു ഹാസ്യ എന്ന രൂപേണ മാത്രം കാണാൻ സാധിച്ചില്ല. അതിന്റെ കാരണം അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. ലക്ഷക്കണക്കിന് രൂപ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അവരെ അവിടെ ജോലിക്ക് എടുക്കുന്നത്. അപ്പോൾ അവരുടെ ജോലി നിന്ന് പോകേണ്ടത് അവരുടെയും കൂടെ ആവശ്യമാണ്. അവിടെ കുട്ടികൾ പഠിക്കേണ്ടത് മാനേജ്മെന്റിന്റെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ എന്റെ കുട്ടി അവിടെ പഠിക്കണമെങ്കിൽ, നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കണമെങ്കിൽ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയ കാര്യങ്ങൾ നൽകുമെന്ന ഉറപ്പ് അത് നമുക്ക് വാക്കാലല്ല വേണ്ടത്, നമുക്ക് എഗ്രിമെന്റാൽ വേണ്ടി വരും.
നിറയെ സ്കൂളുകളുണ്ട്. എവിടെ വേണമെങ്കിലും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം. നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വയ്ക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കുന്നവരായിരിക്കണം. അംഗീകരിക്കുന്ന സ്കൂളുകളിലേക്കാണ് നമ്മുടെ കുട്ടികളെ അയക്കേണ്ടത്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണല്ലോ ഈ അധ്യാപകരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. നമ്മളുടെ കുട്ടികൾ അവിടെ ചെന്നില്ല, നമ്മുടെ കുട്ടികൾ അവിടെ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ആ സ്കൂളിനും ആണ് അതിന്റെ പ്രശ്നം വരുന്നത്. ആളെണ്ണം കുറയും തോറും സ്കൂളിന് ദോഷം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇനി നിങ്ങളുടെ വീടുകളിലേക്ക് അധ്യാപകർ സെയിൽസ് എക്സിക്യൂട്ടീവുമാരായി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കണം, എന്റെ കുട്ടിയെ നിങ്ങളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ എന്റെ കുട്ടിക്ക് നൽകാൻ പോകുന്നത്, എന്റെ ഡിമാൻഡുകൾ ഇതൊക്കെയാണ് എന്ന് നിങ്ങൾ തുറന്നു തന്നെ പറയണം. കാര്യം സ്കൂളുകൾ ഇന്ന് വിദ്യാഭ്യാസ കേന്ദ്രം എന്നതിന് പകരം കച്ചവട കേന്ദ്രങ്ങളായി മാറുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക തന്നെ ചെയ്യണം. വിദ്യാഭ്യാസം കച്ചവടമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചില്ല എങ്കിൽ മറ്റാരും അത് ചോദിക്കുവാൻ ഉണ്ടാവത്തില്ല എന്ന സത്യം നിങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്